ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ 3 ആഗ്രഹം, അതായത് നിങ്ങളുടെ 3 വലിയ ആഗ്രഹം നടക്കാൻ പോവുകയാണ്. അത് എന്തൊക്കെ ആഗ്രഹമാണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട്. അത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതനുസരിച്ചുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനൊരു അവസരം നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു കഴിവ് എന്താണോ അത് നിങ്ങൾക്ക് പുറത്ത് ലോകത്തിനെ കാണിക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷേ അതിനുള്ളൊരു അവസരം നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതിനു വേണ്ടി തയ്യാറായിട്ടാണ് നിങ്ങളിരിക്കുന്നത്. ലൈഫിൽ ഒരു അവസരം എനിക്ക് ലഭിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും, ആ ഒരു അവസരം സക്സസ് ആയി കൊണ്ടുപോയാൽ എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. കാര്യങ്ങളും നിങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ഒന്നും സക്സസ് ആവുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ കഴിവുണ്ട്, ഒരു പ്രതിഭ ഉണ്ട് നിങ്ങൾക്ക്. ആ ഒരു പ്രതിഭ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്ന് നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിനൊത്ത അവസരങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നില്ല. കിട്ടുന്ന അവസരം നിങ്ങൾ പാഴാക്കാതെ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അത് വിജയിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് മനസ്സുരുകി പറയുകയാണ്, എനിക്ക് അങ്ങനെ ഒരു അവസരം തരണേ ദൈവമേ, ആ ഒരു അവസരം ഞാൻ ചെയ്യുന്നതിലൂടെ എൻ്റെ ഉള്ളിൽ ആ ഒരു കഴിവ് പുറത്തു കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണേ എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്ന സമയം എത്തുന്നതാണ്. ആ ഒരു അവസരത്തിലേക്ക് ദൈവം നിങ്ങളെ തന്നെ കൊണ്ടെത്തിക്കുന്നതാണ്. അത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും നിങ്ങൾക്കുള്ള. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വർക്കഹോളിക് ആവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ച് ഡ്രീംസ് ഉണ്ട്. ആ ഒരു ഡ്രീംസൊക്കെ പൂർണ്ണമാക്കണം എന്നുള്ള ചിന്തയുണ്ട്. അതിനുവേണ്ടി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും. ഇനി ഇങ്ങനെ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, ഓരോ സമയം വിലപ്പെട്ടതാണ് എന്നൊക്കെയുള്ള തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വരാൻ തുടങ്ങി. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ വർക്കഹോളിക് ആകും. നിങ്ങൾ എന്തോ ഒരു ഡ്രീംസ് ഉണ്ട്. ആ ഒരു ഡ്രീംസ് സ്വന്തമാക്കാൻ വേണ്ടി നിങ്ങൾ വർക്കഹോളിക്കായി അതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെടും. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഒത്തിരി റെസ്പെക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ പേടി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അവസരം ലഭിച്ചു കഴിഞ്ഞു, നിങ്ങളിപ്പോൾ ആ ഒരു അവസരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്. അതായത് ഞാൻ ശരിയായ വഴിയിൽ കൂടെയാണോ പോകുന്നത്, ഈ വഴി കൂടെ പോയി എനിക്ക് സക്സസ് ലഭിക്കുമോ എന്നുള്ള ഡൗട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പോകുന്ന ശരിയായ വഴി കൂടെയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോയിട്ട് ഉറപ്പായിട്ടും സക്സസ് ലഭിക്കുന്നതാണ്. ഇനി മുന്നോട്ട് പോയിട്ട് നോക്കൂ, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം അത് ഭയങ്കരമായിരിക്കും. പിന്നെ വേറൊരു ഗുണമെന്ന് പറയുന്നത്, അതായത് മറ്റുള്ളവർ നിങ്ങളെ വെറുക്കാനും പാടില്ല, അവർ നിങ്ങൾക്കെതിരെ ഒരു പ്ലാനിങ്ങും നടത്താനും പാടില്ല. അപ്പോൾ ആ രീതിയിൽ അവരെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, അങ്ങനെ ഒരു രീതിയിലുള്ള പെരുമാറ്റം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ശ്രദ്ധിക്കുക, വർക്കഹോളിക് ആകുക, ഇല്ല എങ്കിൽ ബിസി ആവുക. നിങ്ങളെ തന്നെ എപ്പോഴും ബിസിയാക്കി വയ്ക്കുക. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്ന ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ പുറത്തു വരാൻ സാധിക്കുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. നിങ്ങളുടെ ഡ്രീംസ് പൂർണ്ണമാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് അറിയാം നിങ്ങൾ എന്ത് കാര്യം ചെയ്താലാണ് നിങ്ങളുടെ ഡ്രീംസ് പൂർണ്ണമാക്കാൻ പറ്റുക എന്ന്. പക്ഷെ നിങ്ങൾ എന്നാലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ലൈഫിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വളരെയധികം പാഷനേറ്റീവാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. ഞാൻ പറയുക മാത്രമാണ് ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് തരാൻ പറ്റുമോ അത്രത്തോളം ഞാൻ നിങ്ങൾക്ക് തരും. പക്ഷേ ചെയ്യേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ ഇന്ന് തൊട്ട് ചിന്തിച്ച് നോക്കുക, എന്ത് കാര്യം ചെയ്താലാണ് നിങ്ങളുടെ ഡ്രീംസിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുക എന്ന്. ഇവിടെ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്, ആ ഒരു കാര്യം നിങ്ങൾക്ക് ഒത്തിരി സംതൃപ്തി തരും, നിങ്ങൾക്ക് ഒത്തിരി സമൃദ്ധിയും തരും. കൂടാതെ പേര്, പ്രശസ്തി ഇതെല്ലാം നിങ്ങൾക്ക് തരും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു റെസ്പെക്റ്റ്, ഇതെല്ലാം ആ ഒരു ജോലി നിങ്ങൾ ചെയ്യുന്നതിലൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്ന്. ഇപ്പോൾ ആരൊക്കെയാണോ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഉറപ്പായിട്ടും ലാസ്റ്റ് സക്സസ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്.
ഇവിടെ ഫ്യൂച്ചറിൽ ആൾക്കാർ നിങ്ങളെ ഒരു ഐഡിയലിനെ പോലെയാണ് കാണാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു മോട്ടിവേഷൻ ലഭിക്കും. ഇവർ ഇത്രയും അനുഭവിച്ചിട്ടാണ് ഇത്രയും സക്സസ് സ്വന്തമാക്കിയത്, ഇവരെ പോലെ എനിക്കും ആകണം, അങ്ങനെയൊക്കെ തോന്നൽ മറ്റുള്ളവർക്കും നിങ്ങളെ കാണുമ്പോൾ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സപ്പോർട്ട് വേണ്ടത് അവിടെയെല്ലാം ദൈവത്തിൻ്റെ സപ്പോർട്ട് ലഭിക്കുകയും നിങ്ങളുടെ ആ ഒരു ദുഃഖം ഇല്ലാതാക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ആ ഒരു സപ്പോർട്ട്. ഇവിടെ മറ്റുള്ളവർ നിങ്ങളെ നോക്കി പറയുന്നത് നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ്. പക്ഷെ നിങ്ങൾ അവരോട് പറയുന്നില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കും. അതായത് എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കാണിച്ചു കൊടുക്കും. ഇവിടെ എന്തെങ്കിലും ഒരു സന്തോഷം സ്ഥിരതയോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ഒരു സന്തോഷത്തിൽ അഹങ്കരിക്കരുത്. തലയിലെടുത്ത് വച്ച് അത് ജീവിക്കരുത്. എനിക്ക് ഈ സന്തോഷം ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. നമ്മളെപ്പോഴും ഡൗൺ ടു എർത്തായിട്ട് മാത്രം ഇരിക്കുക. ഇവിടെ മുന്നേ നിങ്ങൾ എന്തോ ഒരു കാര്യം ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്തോ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലഭിച്ചില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്നതാണ്, ഈശോൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അത് ഞാൻ പറയുന്നത് 7 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 7 ആഴ്ച കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഈശോൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളുടെ രൂപത്തിൽ ഈശോൻ ഭൂമിയിൽ വന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. എന്തെങ്കിലും രീതിയിലൊരു ഗ്രോത്ത് നിങ്ങളുടെ ആ ഒരു ജോബിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ എന്താണോ ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ മുന്നേക്ക് നല്ല കഠിനാധ്വാനം ചെയ്തവരാണ്. പക്ഷെ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിച്ചില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ബലം നിങ്ങൾക്ക് ലഭിച്ചില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന ഞാൻ ഒരു ടൈം പറഞ്ഞില്ലേ, ആ ഒരു ടൈം നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഇപ്പോൾ ചെയ്തതിൻ്റെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന്. കാരണം അത്രയ്ക്ക് ഒരു ഗ്രോത്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ ഒരു റെസ്പെക്റ്റ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഓരോ ആൾക്കാർ പറയുന്നുണ്ടാകാം, ഇത്രയും വർഷം എൻ്റെ വെറുതെ പോയി, ഞാൻ എന്തുമാത്രം എഫേർട്സ് എടുത്തു, എന്തുമാത്രം ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചു, പക്ഷെ ഒന്നും എനിക്ക് ലഭിച്ചില്ല തിരികെ എന്ന് പറയുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ എഫേർട്ടും അത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചാകട്ടെ, കരിയർ റിലേറ്റഡ് ആയിട്ട് ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇതെല്ലാം ദൈവം മോളിരുന്ന് കാണുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഒരു കഠിനാധ്വാനത്തിൻ്റെയും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും എല്ലാം ഫലം ദൈവം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഗ്രോത്തിൻ്റെ രൂപത്തിൽ തരുന്നതാണ്. ഇവിടെ നിങ്ങൾ ഒരു സന്തോഷം ആഗ്രഹിച്ചു, പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചില്ല. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് നാളെ ചിലപ്പോൾ ഇതിലും നല്ലൊരു സന്തോഷം ലഭിക്കുമായിരിക്കും, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ധൈര്യം നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് കുറച്ച് സമയത്തേക്കുള്ള ആ ഒരു സന്തോഷം വേണ്ട, സ്ഥിരമായിട്ട് നിൽക്കുന്ന സന്തോഷം എന്താണോ അതാണ് നിങ്ങൾക്ക് വേണ്ട. അതിനു വേണ്ടി എത്ര തന്നെ വെയിറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ അങ്ങനൊരു റീകവറി നിങ്ങളുടെ ലൈഫിലും ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു മനോബലം കൂട്ടുന്ന രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ എന്ത് മാറ്റം വന്നാലും നിങ്ങൾക്കിപ്പോഴും ഒരു കാര്യം തെറ്റായിട്ടുണ്ട്. അതായത് ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ആദ്യം എടുത്തു മാറ്റാൻ എല്ലാ റീഡിങ്ങിലും ഞാൻ പറയുന്ന കാര്യമാണ്. ആ നെഗറ്റീവ് ചിന്ത എടുത്ത് മാറ്റുക നിങ്ങൾ. ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിഷമം വരുന്നു, സാഡ്നെസ് വരുന്നു, കരയുന്നു നിങ്ങൾ, ആ പഴയ കാര്യങ്ങൾ ഓർക്കുന്നു. അപ്പോൾ ആ ഒരു സമയം ചിലപ്പോൾ നിങ്ങൾ കാണുന്ന നമ്പർ 33 നമ്പറായിരിക്കും. അപ്പോൾ ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈ ഒരു സാഡ്നെസ് ആയിട്ടുള്ള ആ ഒരു ഭാവം മാറ്റുക, ഇങ്ങനെ ചിന്തിക്കുന്നത് നിർത്തുക. അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് ആ ഒരു നമ്പർ കാണിച്ചു തരുന്നത്. പക്ഷെ നിങ്ങൾ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യും. ഫ്യൂച്ചർ റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ അനാവശ്യമായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ഫ്യൂച്ചറിലൊന്നും നടക്കത്തില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഇത് മാറത്തില്ല, എനിക്ക് മാത്രം ഇങ്ങനെ ദുഃഖങ്ങളേ ഉള്ളൂ, വേറെ ആർക്കും ഒരു ദുഃഖവും ഇല്ല, അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് കരയാൻ തുടങ്ങും. ഇല്ലെങ്കിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഈ ഒരു 33 നമ്പർ കാണാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. ഇവിടെ ഈ ഏഞ്ചൽസ് പറയുന്നത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് അനാവശ്യ ചിന്ത വേണ്ട നിങ്ങൾക്ക്. കൂടാതെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. കാരണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. അതായത് അവർ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ഇരിക്കും.
നിങ്ങൾക്ക് എപ്പോഴും വിഷമാണ് നിങ്ങളുടെ ലൈഫിലെല്ലാം മോശം ആൾക്കാരാണ്. ഇനിയെങ്കിലും എൻ്റെ ലൈഫിൽ വരുന്നത് നല്ല ആൾക്കാരായിരിക്കണേ, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കണേ എന്ന് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങളെ ടെ മോശം ആഗ്രഹിക്കുന്ന ആൾക്കാർ. അവരെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റണമെന്നാണ് നിങ്ങൾ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് കൂട്ടായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത്. ഇവിടെ പബ്ലിക്കിൽ നിന്ന് റെക്കഗ്നേഷൻ, റെസ്പെക്റ്റ് ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫ്യൂച്ചറിൽ നിങ്ങൾ ഗവൺമെൻറ് ജോലിയിലുള്ള ആൾക്കാരാണെങ്കിൽ പ്രമോഷൻ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ സ്കോളർഷിപ്പിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുക. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്ന, അങ്ങനെയൊക്കെ ഉള്ള ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ചേഞ്ചസ് സഡനായിട്ട് ഉണ്ടാകും. ഇനി ക്യാഷ് ഇല്ലാത്തത് കാരണം നിങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ അവിടെ ഒരു മാറ്റം ഉണ്ടായി നിങ്ങളുടെ ആ ഒരു കാര്യം നല്ലതായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് തടസ്സം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പടി മുന്നോട്ട് കയറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഒരു ഉത്സാഹം വരും. എനിക്കിങ്ങനെ ലൈഫിൽ സ്റ്റക്കായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എനിക്ക് മുന്നോട്ട് പോകണം, അങ്ങനെ ഒരു ഉത്സാഹം നിങ്ങൾക്ക് വരും. ഇവിടെ നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതായത് എൻ്റെ ഡ്രീമിൽ എനിക്ക് എത്തണമെങ്കിൽ ഞാൻ കഠിനാധ്വാനം ചെയ്തേ പറ്റൂ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ഡ്രീമാണ് നിങ്ങൾക്ക് ഉത്സാഹം തരുന്നത്. എനിക്കറിയാം ഇതിൽ കുറേ ആൾക്കാരുണ്ട് ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്തിട്ട് 3, 4, 5 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടാതെ പോയവർ. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ചില ആൾക്കാർക്ക് ബിസിനസ് ചെയ്യണമെന്നുള്ള ഐഡിയയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു എക്സ്പെർട്ടിൻ്റെ ഒരു സഹായവും സപ്പോർട്ടും ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഒരു ബിസിനസ്സിൽ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിലൊരു ഗ്രോത്ത് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ സമയത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. ഇന്ന സമയം ഇന്നത് ചെയ്യണം, ഇന്ന സമയം അത് ചെയ്യണം, അങ്ങനെ ഉള്ള ആളാണ്. നിങ്ങൾക്ക് അതേപോലെയുള്ള ആൾക്കാരെയാണ് കൂടുതലും ഇഷ്ടവും. സമയത്തിന് പ്രാധാന്യം കൊടുത്ത് ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് നിങ്ങൾക്ക് ഇഷ്ടവും. ഇനി നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് സാധിക്കാൻ പോകുന്നത് നോക്കാം നമുക്ക്. അതായത് നിങ്ങളുടെ ലൈഫിൽ മെയിനായിട്ട് നിങ്ങളുടെ കുടുംബജീവിതം നല്ലതായിട്ട് പോകും. മറ്റുള്ളവരുമായിട്ട്, കുടുംബത്തിലുള്ളവരുമായിട്ട് നിങ്ങളുടെ ആ ഒരു ബന്ധം നല്ലതായിട്ട് പോകും. സംസാരമൊന്നും വഴക്കൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിലൊരു ബന്ധം പോകും. ഇവിടെ കുടുംബത്തിലുള്ളവർ നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങനൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും. നിങ്ങളുടെ ഡ്രീമെന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബമാണ്. നിങ്ങളുടെ കുടുംബം നല്ലതായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം. അവിടെ ഒരു വിഷമമോ വഴക്കോ ഒന്നും ഉണ്ടാവുന്ന നിങ്ങൾക്ക് സഹിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഒരു കുടുംബജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുട്ടികളെക്കുറിച്ച് ആലോചിച്ച് ചില ആൾക്കാർ വിഷമിക്കുന്നുണ്ട്. അതായത് അവരുടെ കുട്ടികൾക്ക് നല്ല സക്സസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ലഭിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓരോ വ്യക്തികളും അവരെക്കാട്ടിയും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം, അവരുടെ ഹസ്ബൻഡിൻ്റെ ജീവിതം, അവർ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ജീവിതം നല്ലതായിട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി സംഘർഷങ്ങൾ ഇപ്പോൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അത് കണ്ട് പേടിക്കരുത്, ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫ് മാറുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടാൻ പാടില്ല. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ഹെൽത്ത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വെള്ളം കൊണ്ടുള്ള അഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വച്ചുള്ള അഫർമേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് സക്സസ് ആവാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ ചെയ്ത ടെക്നിക്ക് അത് സക്സസ് ആവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ചില സമയം നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയും, അത് അതേപോലെ ഫലിക്കുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ തമാശയ്ക്ക് നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തോ പറഞ്ഞു, അത് സക്സസ് ആയിരിക്കുകയാണ്. അത് നിങ്ങൾ പറഞ്ഞത് എന്താണോ അത് സക്സസ് ആയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു. നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ ആ ഒരു കാര്യം അത് സക്സസ്സിൽ വരാൻ പോകുന്നു. കൂടാതെ ആരെങ്കിലും നിങ്ങളോട് പോസിറ്റീവായിട്ട് പറയുന്നെങ്കിൽ അതെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ അംഗീകരിച്ച് അവരോട് സംസാരിക്കും. പക്ഷേ ആരെങ്കിലും ഒരാൾ നെഗറ്റീവ് പറയുകയാണെങ്കിൽ നിങ്ങൾ അതിന് വിരുദ്ധമായിട്ട് അവരോട് പറയും. അങ്ങനെ ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേ നിങ്ങൾ അങ്ങനെയല്ലായിരുന്നു, നിങ്ങൾ അത് കേട്ടോണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എല്ലാവർക്കും വേണ്ടത്. എങ്കിലേ ജീവിതം ജീവിച്ചിട്ട് കാര്യമുള്ളൂ.
ഇപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്ന 10 നമ്പറിൻ്റെ ആ ഒരു എനർജി ആയിരിക്കും. അതായത് നിങ്ങൾ ഒരു സക്സസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു സിറ്റുവേഷൻ അവസാനിപ്പിച്ചിട്ട് സക്സസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇവിടെ ന്യൂ മൂൺ അല്ലെങ്കിൽ ഫുൾ മൂണിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നല്ലത് നടക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ന്യൂ മൂണ് കഴിഞ്ഞു, ഇനി ഫുൾ മൂണാണ് വരാൻ പോകുന്നത്. ദൈവം തന്ന ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനും നിങ്ങളുടെ വിസ്ഡവും. നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എന്തുമാത്രം നല്ലൊരു ഇൻറ്റ്യൂഷൻ പവറാണുള്ളത്, എന്ത് നല്ല വിസ്ഡമാണുള്ളത് എന്ന്. അതനുസരിച്ച് നിങ്ങൾ ഒന്ന് പ്രയത്നിച്ചാൽ മതി, മറ്റുള്ളവരുടെ മുമ്പിൽ സ്റ്റാർ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ 2 ആഗ്രഹം സാധിച്ചു തരുമെന്നാണ് പറയുന്നത് ദൈവം. ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുക, ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.